പക്ഷെ മഞ്ചാടിമോൾ ഇപ്പോഴും അവൻ വരൂന്നുള്ള പ്രതീക്ഷയില്ല. അതാ അച്ഛന് ഏറ്റവും സങ്കടം. ഇത്രയും കാലം അച്ഛന്റെ കൈ കിടന്ന് വളർന്ന കുഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് പക്വത വന്നൊരു ഭാര്യയെ പോലെ ഭർത്താവിന്റെ വരവും കാത്തു അവന്റെ വീട്ടിൽ പോയി താമസിക്കുക. അവര് തമ്മില് താലി പോലും കെട്ടിയിട്ടില്ലെന്ന് ഓർക്കണം. എന്ത് ചെയ്യാനാ മോളെ, ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ആർക്കും പറ്റില്ല. അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാനേ പറ്റൂ. എല്ലാം ശരിയാവും ചീരു. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പാഠങ്ങളിലൂടെ കടന്നു പോകല്ലേ മഞ്ചാടി. അവളെ യാഥാർത്ഥ്യങ്ങളുമായി ഇണങ്ങാൻ തുടങ്ങിയ പുതിയൊരാളായിട്ട് മാറും. അങ്ങനെ ആയാ മതിയായിരുന്നു. വിനേട്ടൻ ഇവിടെ ഇല്ല അമ്മ. പുറത്തു പോയതാണോ? ഏയ്, അവൻ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ, മോള് ചെന്ന് ഡ്രസ്സൊക്കെ മാറും. അമ്മ ചായ എടുത്ത് വെക്കാം. വയ്ക്കും. ആ വാതിലങ്ങ് അടച്ചൊക്കെ ചെയ്തു. അതെന്തിനാ? എനിക്ക് ഡ്രസ്സ് മാറണം. നിങ്ങളൊന്ന് പുറത്തേക്ക് പോയേ, എന്നിട്ട് ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടോളാം. നീ ഡ്രസ്സ് മാറുമ്പോൾ ഞാനെന്തിനാ ചെയ്തു പുറത്തു പോകുന്നത്? ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ നിന്നോട് പുറത്തു പോകാൻ പറയാറില്ലല്ലോ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ദേ, ഞാനിപ്പോ നിങ്ങളുടെ വളിച്ച കോമഡി കേൾക്കാനുള്ള മൂഡിലല്ല കേട്ടോ. ഇതിനാണോ ഞാൻ വന്നത് അറിഞ്ഞിട്ട് അങ്ങോട്ട് വരാതെ ഇവിടെ ഈ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരുന്നത്? അതൊന്നും അല്ല ചെയ്തു. നീ അമ്മയോടും മാമനോടും സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്ത് പറ്റി? അമ്മയും മാമനും നിങ്ങൾക്കെതിരായി വല്ലതും പറഞ്ഞോ? എനിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നീ അച്ഛനോട് അവകാശം ചോദിച്ച് നടക്കുന്നത് കാണുമ്പോ നിന്റെ ക്യാരക്ടറിനെ അവർ നെഗറ്റീവായി കാണുന്നുണ്ടോന്നൊരു സംശയം. നമ്മളിനി അവരോടൊന്നും പറയാതിരുന്ന പ്രശ്നമില്ലല്ലോ. നമ്മളെ കുറിച്ചെല്ലാം അറിയാവുന്നോണ്ടല്ലേ അവര് നമ്മളെ അളക്കാൻ വരുന്നത്. എന്തോ എന്നെ അവര് നെഗറ്റീവായി കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അച്ഛനെ ഷെയർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതവരുടെ അഭിപ്രായമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് വിട്, ഞാനൊരു സൂചന തന്നേ ഉള്ളൂ. നീ അച്ഛനെ കണ്ട് സംസാരിച്ചില്ലേ? ഡെഡ് ബോഡി ജീവൻ രാജിന്റെ അല്ലാന്ന് ഞാൻ അറിഞ്ഞു. അച്ഛനത് അറിഞ്ഞപ്പോൾ നോർമലായി കാണുമല്ലോ. അതുകൊണ്ട് നീ ഇന്ന് രാത്രി കൂടി അവിടെ തങ്ങി അച്ഛനെ കൊണ്ട് എന്തെങ്കിലും തീരുമാനം എടുപ്പിച്ചിട്ടേ വരുമെന്നാ ഞാൻ വിചാരിച്ചത്. മഞ്ചാണ്ടിയുടെ കാര്യത്തിൽ അച്ഛൻ നോർമൽ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ജീവൻ രാജിന്റെ ഡെഡ് ബോഡി കിട്ടണം, അല്ലെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു വരണം. അതുവരെ അച്ഛനോട് ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല. എനിക്ക് മനസ്സിലായി. ആ അനുഭവം നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാ. എടി, നിന്റെ നാവടക്കിയ ആ വീടും കൂടി അവക്ക് സ്വന്തമായിട്ട് കിട്ടുമല്ലോ. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ സ്വാർത്ഥരാ. നീയൊരു പാവമായതുകൊണ്ട് എല്ലാവരും കൂടി നിന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കുക. അതൊരിക്കലും നീ സമ്മതിച്ചു കൊടുക്കരുത്. മതി, നിർത്ത്. നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവരെ കാണുമ്പോ തനിക്കിതൊന്നും ആവശ്യമില്ലെന്നുള്ള ഭാവത്തിൽ നിൽക്കുകയും ചെയ്യും. ഈ വീട്ടിലുള്ളവർക്ക് മുമ്പിലും നിങ്ങൾ വലിയ മാന്യനാവാൻ നോക്കല്ലേ ചെയ്യുന്നത്. ഈ ഡബിൾ പ്ലേയുടെ ആവശ്യം ഇനി ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പോയി ചോദിച്ചോ. ഞാൻ ഇനി എങ്ങോട്ടുമില്ല. എന്നെ കൊണ്ട് എന്റെ അച്ഛനെ ഇനി വേദനിപ്പിക്കാനും പറ്റില്ല. വേണ്ട ചിരു, വേണ്ട. നീ നിന്റെ അച്ഛനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നാളെ സ്വന്തം മക്കളെ ഓർത്ത് വിഷമിക്കാനുള്ള ശക്തി നിനക്കുണ്ടായാൽ മാത്രം മതി. നിന്റെ അച്ഛൻ 5 പെമ്മക്കളെ വളർത്തിയ കാലമല്ല ഇത്. ആർച്ചയും ഭദ്രയും വളരുന്നതേ മഞ്ചാടിയേക്കാൾ വളഞ്ഞ ബുദ്ധിയുള്ളവരായിട്ടാ. ഫിനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിലേ നാളത്തെ പെൺമക്കൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കൂ.